14-ാം അധ്യായമാണ് ദക്ഷിണ. ഭഗവാൻ ദക്ഷിണ വാങ്ങിയിരുന്ന രീതിയെക്കുറിച്ചാണ് ഈ 14-ാം അധ്യായത്തിൽ പറയുന്നത്. മഹാപ്രഭോ യോഗീശ്വര, സായീശ്വര, നിത്യ നിർവികാരനായ ജഗദീശ്വര, ദയാസാഗര, അവിടുത്തെ തൃച്ചേവിടികളിൽ ഹൃദയപൂർവ്വം ഞാൻ വന്ദിക്കുന്നു. ഇത് എഴുതുന്ന സമയത്ത് ഹേമന്ത് പാന്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. സായി ചച്ചരിതം അകവും പുറവും ഒരുപോലെ മധുരമാണ്. ആനന്ദം ഉടൽ പൂണ്ടതാണ് സായീശ്വരൻ. ആ സംസാരം മധുരം, നടത്തം മധുരം, അവിടുത്തെ ലീലകൾ അതിമധുരം. അവിടുന്ന് ദിവ്യ ലീലകൾ ഏറെ ആടി. എന്തിന്? ഭക്തജനങ്ങൾക്ക് സ്മരിക്കാനും മനം ശുദ്ധമാക്കാനും അങ്ങനെ ആനന്ദവാന്മാരാകാനുമായിട്ടാണ് ഭഗവാൻ ലീലകൾ ആടിയത് എന്നാണ് പറയുന്നത്. മാനവൻ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുകയും അതേസമയം ആത്മീയോന്നതി നേടുകയും വേണം. അതായിരുന്നു ബാബയുടെ ആഗ്രഹം. അതനുസരിച്ച് അവിടുന്ന് ജീവിച്ചു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. കാരണം മനുഷ്യജന്മം അത്യന്തം ദുർലഭം. പൂർവജന്മാർജിതമായ മഹാസുഹൃതത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ മാനവ ശരീരം കിട്ടിയത്. ഈ ശരീരം നൽകിയത് ഈശ്വരനെ അറിയാനും ആനന്ദിക്കാനും. അതിന് ശ്രമിക്കാതെ ഉണ്ടും ഉറങ്ങിയും ഭയന്നും മൈഥുനത്തിനും കാലം കളഞ്ഞാൽ അവന്റെ ആ ആനന്ദം ജന്തുക്കൾ അനുഭവിക്കുന്ന ആനന്ദത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. കാരണം ഇതെല്ലാം ജന്തുക്കളും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മാത്രം ജീവിക്കുന്നവനെ വാലും കൊമ്പുമില്ലാത്ത മൃഗമായിട്ട് ഗണിക്കാം. മിന്നൽ പിണറിന്റെ ആയുസ്സേ നമുക്കുള്ളൂ. ക്ഷണത്തിൽ ഈ ജീവിതം തീരും. മരണഭയത്താൽ ഒരു നിമിഷം പോലും ശരിയായ ആനന്ദം നമുക്ക് അനുഭവിക്കാവുന്നതില്ല. നദിയിൽ തടികൾ ഒരുമിച്ച് ഒഴുകുന്നത് കണ്ടിട്ടില്ലേ? വലിയൊരു ഒഴുക്കിലോ കുത്തൊഴുക്കിലോ ചാടുമ്പോൾ അതുവരെ ഒന്നിച്ചൊഴുകിയ തടികൾ അകന്നുപോകും. പിന്നെ ഒരിക്കലും കൂട്ടിമുട്ടാത്ത വിധമായി അതിന്റെ ഗതി. ഇങ്ങനെ തന്നെയാണ് അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭാര്യ, പുത്രൻ, പുത്രി എന്നിവരുമൊത്തുള്ള ജീവിത നദിയിലെ യാത്ര. ചിലപ്പോൾ എല്ലാവരും ഒന്ന്. അടുത്ത ഓളം തള്ളലിൽ എല്ലാം അകന്നുപോകും. പിന്നെ ഒരിക്കലും അടുക്കുകയുമില്ല. ആത്മീയോന്നതി ഈ ജന്മത്തിൽ നേടിയെടുക്കാത്തവർ അമ്മയുടെ പ്രസവവേദന പാഴിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഭഗവത് ചാരണങ്ങളിൽ അഭയം പ്രാപിക്കുന്നില്ലെങ്കിൽ അവന്റെ ജന്മവും പാഴും. ഭഗവത് ചരണങ്ങളിൽ, അതായത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കുന്നില്ലെങ്കിൽ, ഭഗവാനെ സ്മരിച്ചില്ലെങ്കിൽ എന്നർത്ഥം. അവന്റെ ജന്മം വെറുതെ ആകും എന്ന് പറയാം. മരണം നാളെയോ കുറെ കഴിഞ്ഞോ എന്ന് കരുതുന്നവൻ സ്വയം വഞ്ചിക്കുകയാണ്. മരണചിന്ത മനസ്സിൽ നിന്നും ഒഴിയരുത്. ഈ ശരീരം മരണത്തിനുള്ള ആഹാരമാണ്. അതുകൊണ്ട് ജാഗ്രതയോടെ ഓരോ നിമിഷവും ഉപയോഗിക്കൂ. ഏത് നിമിഷത്തിലും നമുക്ക് ഇവിടം വിടേണ്ടി വരും. മരണത്തെക്കുറിച്ചാണ് പറയണത്. നമുക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മരണം സംഭവിക്കുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ നാളത്തേക്ക് വേണ്ടി കരുതി ജീവിക്കുക. പക്ഷെ പെട്ടെന്ന് നമ്മൾ പോയാലോ? നമുക്ക് നാളെ കരുതി വെച്ചിട്ടുള്ളതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. മരണം നിശ്ചയമാണ്. അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. സായി ചരിതം പ്രേമഭാവത്തോടെ വായിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ നിധി സ്വന്തമാക്കും. സായി ഭക്തി വളരും. പരമാനന്ദം അവരുടെ സ്വന്തമാകും. സായി ലീലകളുടെ ശക്തി അനുപമം. ആ അമൃത കഥകൾ കേൾക്കാൻ തുടങ്ങിയാൽ രാപ്പകൽ സായിനാഥൻ മനക്കണ്ണിൽ നിൽക്കും. ധ്യാനത്തിലും സ്മരണയിലും സായി നിറയും. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറക്കത്തിലും സ്വപ്നത്തിലും അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാം. വിജനതയിലും തിരക്കിലും സായീശ്വരൻ കൂടെ ഉണ്ടാവും. അങ്ങനെ അവിടുന്ന് അഗാധ ധ്യാനത്തിന് വിഷയമാകും. ഇത് നിത്യേന സംഭവിക്കുമ്പോൾ മനം സായിമയമായി ക്രമേണ പരിശുദ്ധ ബോധസ്വരൂപമായി തീരും.
എത്ര പരമോത്കൃഷ്ടമാണ് ആ അവസ്ഥ. ആ സദാ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാവും. ഏത് തിക്കും തിരക്കപ്പെട്ടാലും അത് ഇരിക്കുമ്പോഴും ഉറക്കത്തിലും സ്വപ്നത്തിലും നടക്കുമ്പോഴും ഒക്കെ ഭഗവാൻ നമ്മുടെ മനസ്സിലുണ്ടാവും. എങ്ങനെയായാൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമ്മൾ സറണ്ടറായാൽ എന്നാണ് പറയണത്. എങ്ങും പോകാതെ തന്നെ എല്ലാ കാര്യങ്ങളും സായീശ്വരൻ അറിഞ്ഞിരിക്കുന്നു. കാരണം താനാണ് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതെന്ന ബോധം അവിടുത്തേക്ക് സദാ ഉണ്ടായിരുന്നു. എവിടെയും പോകാതെ തന്നെ ഭഗവാന് എല്ലാ കാര്യങ്ങളും അവിടെ ഇരുന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. എന്താ അതിന് കാരണമായിട്ട് പറയണേ? ഇതെല്ലാം പ്രപഞ്ചം മുഴുവൻ ഞാൻ തന്നെയാണെന്നുള്ള ബോധം സായി ഭഗവാന് ഉണ്ടായിരുന്നു. വിഷയാസക്തി, അജ്ഞത എന്നിവയിലാണ് നമുക്ക് ആ അവസ്ഥ ഇല്ലാത്തതും നാം ദ്വൈതാവസ്ഥയിൽ നിലകൊള്ളുന്നതും. നമ്മൾ ഓരോ അവസ്ഥകളെ കുറിച്ചാണ് പറയണത്. വിഷയാസക്തി, അജ്ഞത, ഇതൊക്കെ നമ്മളെ കൂടപ്പറപ്പാണ്. അതൊന്നുമല്ല, അദ്വൈതാവസ്ഥയിൽ നിലകൊള്ളും. നമ്മൾക്ക് എന്തും രണ്ടല്ല ഒന്നാണെന്നുള്ള ചിന്തയാണ്. ഭഗവാന് ഈ പ്രപഞ്ചം മുഴുവൻ ഞാനാണെന്നുള്ള ചിന്ത, അതാണ് ഭഗവാനെ ഇത്രയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായത്. അതായത് ഞാൻ വ്യത്യസ്തനാണ്, ഈ കാണുന്ന ജനങ്ങളും ജഗത്തും എന്നിൽ നിന്നും വേറിട്ടതാണ് എന്ന ചിന്ത. സത്യത്തിൽ ഞാനാകുന്നു എല്ലാം, ഞാൻ ഇല്ലാതൊരിടവുമില്ല. ഈ തത്വം മനസ്സിൽ ഉറപ്പിക്കണം. നമുക്കൊക്കെ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഋഷീശ്വരനായിട്ടുള്ള ഭഗവാനെ പോലെയുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ. ശുദ്ധജലവും കൂടിച്ചേർന്നാലോ അത് ഒന്നായിത്തീരുന്നു. മുമ്പ് എന്താണോ ഇപ്പോൾ എന്താണോ എന്ന വ്യത്യാസത്തിന്റെ കണിക പോലുമില്ല. തടിക്കഷ്ണങ്ങൾ കാഴ്ചയിൽ പലതരം, പക്ഷെ അവ അഗ്നിയിലിട്ടാലോ അതോടെ അവയുടെ വിഭിന്നത മാറിപ്പോവും. അവ ഒരേ അഗ്നിയായി മാറും. നമ്മളിപ്പോൾ തേക്ക്, വീട്ടി, ചന്ദനം എന്നൊക്കെ പറയുന്നുണ്ടില്ലേ, അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മരത്തിന്റെ ഭാവങ്ങളാണ്. പക്ഷെ അത് അഗ്നിയിലിട്ടാലോ എല്ലാം അത് അഗ്നിയായി മാറി ചാമ്പലായി മാറുന്നു. ചാമ്പലിനെ നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അതിനെക്കുറിച്ചാണ് പറയുന്നത്. കുറെ തടിക്കഷ്ണങ്ങൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്കിത് തേക്ക്, വീട്ടി, ചന്ദനം എന്നൊക്കെ പറയാം. പക്ഷെ അതെല്ലാം കത്തിച്ച് ചാമ്പലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ വിഭിന്നമായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. സായിദേവൻ സദാ ബ്രഹ്മചിന്തയിലായിരുന്നു. ചന്ദ്രനെ ജലത്തിൽ കണ്ടാലും അതിന്റെ യഥാർത്ഥ സ്ഥാനം അങ്ങ് മാനത്ത് തന്നെ. അതുപോലെ സായീശ്വരൻ ഭക്തർക്കിടയിൽ ഇരുന്നാലും അവിടെ ഒന്നുമില്ലായിരുന്നു. ഭഗവാൻ നമ്മളെ കൂടെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഭഗവാൻ അവിടെ ഇല്ല. സർവവ്യാപിയായിരുന്നു എന്നാണ് പറഞ്ഞത്. ആത്മീയോപദേശം കൊടുക്കുന്ന ഗുരുക്കന്മാരും സ്വീകരിക്കുന്ന ശിഷ്യന്മാരും അനവധി. പക്ഷേ സായീശ്വരൻ ജ്ഞാനദാനത്തോടൊപ്പം അനുഭവവും, അതായത് സാക്ഷാത്കാരം പ്രദാനം ചെയ്യുന്നു. അത്തരം ഗുരുക്കന്മാർ ഇന്ന് വളരെ വളരെ വിരളം. നാൻഡഡ് നഗരത്തിലെ കച്ചവടക്കാരനായിരുന്നു രത്തൻജി. വളരെ ധനികനും ധർമ്മിഷ്ഠനുമായ ഒരു പാഴ്സി. വാഹനങ്ങളും കുതിരകളും കൃഷിയിടങ്ങളും അദ്ദേഹത്തിന് ധാരാളം. അദ്ദേഹത്തെ സമീപിച്ചവരാരും വെറും കൈയോടെ മടങ്ങിയിട്ടില്ല. അങ്ങനെ ലോകദൃഷ്ടിയിൽ മഹാഭാഗ്യവാനും സന്തുഷ്ടനുമായിരുന്നു രത്തൻജി. പക്ഷെ സത്യമെന്താണ്? ആനന്ദസാഗരത്തിൽ കണ്ണീര് കുടിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം. എല്ലാം ഉണ്ട്, പക്ഷെ വലിയൊരു വിഷമം അദ്ദേഹത്തിന്റെ, ഒരു ദുഃഖം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ദുഃഖമില്ലാത്ത ഒരുവനും ഈ ലോകത്തിലില്ല. ഓരോരുത്തർക്കും ഓരോ ദുഃഖമായിരിക്കുന്നു എന്ന് മാത്രം. പരിപൂർണമായും സന്തോഷവാൻ എന്ന് പറയാൻ മനുഷ്യരിൽ ഒരുവനുമില്ല. പുത്രനില്ലാത്ത ദുഃഖം രത്തൻജിയെ വല്ലാതെ നീറ്റിക്കൊണ്ടിരുന്നു. ഈ കോടീശ്വരനായിട്ടുള്ള ആ രത്തൻജിക്കുള്ള ദുഃഖം എന്താണ്? മക്കളില്ല എന്നുള്ള ദുഃഖമായിരുന്നു. ഭക്തിയില്ലാത്ത ഭജന, താളലയമില്ലാത്ത സംഗീതം, പൂണൂലില്ലാത്ത ബ്രാഹ്മണൻ, വിനയമില്ലാത്ത ജ്ഞാനം, പശ്ചാത്താപമില്ലാത്ത തീർത്ഥാടനം, കഴുത്തിൽ മാലയിടാതെ അണിഞ്ഞൊരുങ്ങൽ, ഇതെല്ലാം എത്ര അസഹനീയവും ദുഃഖകരവുമാണ്. അതുപോലെ തന്നെയാണ് പുത്രനില്ലാത്ത ഗൃഹസ്ഥന്റെയും അവസ്ഥ.
നാരായണ മഹാപ്രഭു, എനിക്കൊരു പുത്രനെ നൽകണേ, എന്റെ കുലപാരമ്പര്യം തുടർന്നു പോകാൻ ഒരു അവകാശിയെ തരണേ. അദ്ദേഹം കരൾ ഉരുകും വിധം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കും അദ്ദേഹം, രത്തൻജി, എനിക്കൊരു മക്കളുണ്ടാവണേ എന്ന് പറഞ്ഞിട്ട്. അതില് സായീശ്വരന്റെ ഭക്തനായ ദാസ്ഗുരു രത്തൻജിയുടെ വിശ്വസ്തനാണ്. അദ്ദേഹത്തിന്റെ ഒരു വിശ്വസ്തനായിട്ടുള്ള ആളാണ് ദാസ്ഗനു ആവട്ടെ ഭഗവാന്റെ ഭക്തനും സായിയുടെ ഭക്തനും. തന്റെ ഹൃദയ നൊമ്പരം അദ്ദേഹം ദാസ്ഗനുവിനോട് പറഞ്ഞു. ദാസ്ഗനുവിന് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ ആലോചിക്കേണ്ടി വന്നത് പോലുമില്ല. ദാസ്ഗുരു സായി ഭക്തനാണ്. സായി ഭക്തന്മാരെ സംബന്ധിച്ചിട്ട് വേറെ ഒരു ചിന്തയും ഇല്ല. അദ്ദേഹം വേഗം അതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു. വേഗം ചെല്ലൂ, ബാവയെ ദർശിക്കൂ, ആ കരുണാനിധിയെ ഹൃദയ നൊമ്പരം അറിയിക്കൂ, അവിടുന്ന് ഉടൻ പരിഹാരമുണ്ടാക്കും. പൂർവ്വസുഹൃത്താൽ രത്തൻജിക്ക് ആ നിർദ്ദേശം സ്വീകാര്യമായി. അങ്ങനെ അദ്ദേഹം ശ്രദ്ധയിലെത്തി. മസ്ജിദിൽ ചെന്നു. സായീശ്വരനെ കണ്ടു, നമസ്കരിച്ചു. പ്രേമപൂർവം ഒരു പൂമാല അവിടുത്തെ കഴുത്തിൽ ചാർത്തി. തൃപ്പാദത്തിൽ ഉത്തമ ഫലങ്ങൾ സമർപ്പിച്ചു. അതിനുശേഷം തരളിതനായി വിനയത്തോടെ ബാബയോട് പ്രാർത്ഥിച്ചു. സ്വാമി, ജനങ്ങൾക്ക് താങ്ങാനാവാത്ത ദുഃഖവുമായി അവിടുത്തെ തൃച്ചേവടികളിൽ എത്താറുണ്ട്. ഉടനടി അവിടുന്ന് അവർക്ക് രക്ഷയുമേകും. ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ഞാൻ വളരെ തീവ്രമായ ഒരു ആഗ്രഹവുമായിട്ടാണ് ഈ തിരുസന്നിധിയിൽ എത്തിയത്. അടിയനെ ഉപേക്ഷിക്കരുതേ, എന്നെ വെറും കൈയോടെ തിരിച്ചയക്കരുതേന്ന് രത്തൻജി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ബാബ അരുളി, എനിക്ക് 5 രൂപ ദക്ഷിണ നൽകൂ. രത്തൻജി അതെടുത്തു കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ ബാബ വീണ്ടും പറഞ്ഞു, അത്രയും വേണ്ട, 3 രൂപ 14 അണ കിട്ടിക്കഴിഞ്ഞു, ബാക്കി മതിയെന്ന്. ഭഗവാന് 3 രൂപ 14 അണ കിട്ടിക്കഴിഞ്ഞു, ബാക്കി പൈസ മതി. രത്തൻജി അന്താളിച്ചു പോയി. കാരണം ആദ്യമായിട്ടാണ് ശ്രുതിയിൽ വരുന്നതും സായിയെ കാണുന്നതും. പക്ഷേ ഒന്നും പറയാതെ ദക്ഷിണ നൽകി. അതിനുശേഷം തൃപ്പാദത്തിനരികിലിരുന്ന് രത്തൻജി തന്റെ ദുഃഖം പ്രാർത്ഥനയോടെ വീണ്ടും പറഞ്ഞു. സായീശ്വരൻ അരുളി, നീ ആവശ്യമല്ലാതെ എന്തിനു പരിഭ്രമിക്കുന്നു? നിന്റെ ദൗർഭാഗ്യം ഇന്നു മുതൽ ക്ഷയിച്ചു തുടങ്ങി. ഭഗവാന്റെ തൃച്ചേവടികളിൽ ഇരുന്ന് പാവം രത്തൻജി പറയാണ് ഓരോ വിഷയങ്ങളെ കുറിച്ച്. ഉടനെ ഭഗവാൻ പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കണേ? നിന്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വന്നോട് കൂടിയിട്ട് ഒടുങ്ങി ക്ഷയിച്ചു തുടങ്ങി. അതിനുശേഷം അദ്ദേഹത്തിന് ബാബ ഊതി നൽകി. പിന്നീട് തൃക്കരം ഭക്തന്റെ ശിരസിൽ വെച്ച് അരുളി, ഭഗവാൻ നിന്റെ അഭിലാഷം നിറവേറ്റും. സായീശ്വരന്റെ അനുഗ്രഹം വാങ്ങി നിറഞ്ഞ ഹൃദയത്തോടെ രത്തൻജി മടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ കൈകൾ കൊണ്ട് ഒരു ശിരസിലെ അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം മഹത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ദാസ്ഗനുവും രത്തൻജിയും പറഞ്ഞ 3 രൂപ 14 അണയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. ഈ ഭഗവാൻ 3 രൂപ 14 രൂപയുടെ കുറിച്ചുള്ള കഥ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. ബാക്കി പൈസ മതി എന്നാണ് പറഞ്ഞത്, 5 രൂപയിൽ. അപ്പൊ ഇതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നുള്ളതിനെ കുറിച്ച് ഇവര് ചർച്ച ചെയ്യുക. രത്തൻജി ഏറെ ആലോചിച്ചു. പെട്ടെന്നൊരു ചിത്രം മനസ്സിൽ തെളിഞ്ഞു. ഷിർദിയിലേക്ക് പോരുന്നതിന് മുമ്പ് മൗലി സാഹേബ് എന്ന ഒരു മുസ്ലിം ഫക്കീറിനെ കാണുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു. അതിന് ചെലവായ തുക കൃത്യം 3 രൂപ 14 അണ. ഷിർദിയിൽ നിന്നും മൈൽ അകലെയുള്ള നടന്ന ഈ സംഭവം സായീശ്വരൻ അറിഞ്ഞെങ്കിൽ അവിടുന്ന് ആരാണ്? ഭഗവാൻ ഈ രത്തൻജി പോരാൻ നേരത്ത് ഒരു മുസ്ലിം ഫക്കീർ ഇങ്ങനെ ആരെ കണ്ടാലും പൈസ കൊടുക്കും. നീ എന്താ ലജ്ജനെ കൊടുക്കും. അപ്പൊ ആ സമയത്ത് യാത്രയിൽ പൈസയാണല്ലോ കയ്യിലുള്ളത്. അപ്പൊ എന്ത് കാട്ടി, കുറച്ച് പൈസ എടുത്ത് കൊടുത്തപ്പോൾ അത് 3 രൂപ 14 അണയായിരുന്നു. ആ 3 രൂപ 14 അണയാണ് എനിക്ക് കിട്ടിയെന്ന് ഭഗവാൻ രത്തൻജിയോട് ശ്രുതിയിൽ വന്നപ്പോൾ പറഞ്ഞത്. എത്രയോ ദൂരം അകലെയാണ് ഈ ഫക്കീറിന് 3 രൂപ 14 അണ കൊടുത്തത്. അപ്പൊ അത് ഭഗവാൻ അറിഞ്ഞെങ്കിൽ ഭഗവാൻ ആരാണെന്നാണ് രത്തൻജി വിചാരിക്കുന്നത്. അതോടെ രത്തൻജിയുടെ സകല സംശയങ്ങളും തീർന്നു. ഉറച്ച ബാബാ ഭക്തനുമായി. യഥാകാലം രത്തൻജിക്ക് സന്താന സൗഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിന് 12 മക്കൾ പിറന്നു. അതിൽ 4 പേർ ആയുരാരോഗ്യത്തോടെ സുഖമായി ജീവിച്ചു. ആദ്യമൊക്കെ ഏറെ കാലം ബാബ ദക്ഷിണ വാങ്ങിയിരുന്നില്ല. അന്നൊക്കെ കത്തിച്ച തീപ്പൊട്ടിക്കുള്ളി സംഭരിച്ച് പോക്കറ്റിലിടും.
ആരോടോ ഒന്നും ചോദിക്കില്ല. ആരെങ്കിലും മുന്നിൽ എന്തെങ്കിലും സമർപ്പിച്ചാൽ, അതായത് എണ്ണയോ പുകയിലയോ വാങ്ങും. ചിലർ കൊടുക്കുന്ന നാണയം കീസയിലിട്ട് പിന്നെ തിരിച്ചു നൽകും. പിന്നീട് വളരെ ജനങ്ങൾ എത്തിത്തുടങ്ങിയതോടെയാണ് ബാബ ദക്ഷിണ ചോദിച്ചു വാങ്ങാൻ തുടങ്ങിയത്. ദർശിക്കാനെത്തുന്ന, തൃപ്പാദത്തിൽ പൂജിക്കാൻ ഒരുങ്ങുന്ന ആരോടും, ഹിന്ദുവോ മുസ്ലിമോ പാഴ്സിയോ ആരോ ആയിക്കോട്ടെ, ബാബ ദക്ഷിണ ചോദിക്കുമായിരുന്നു. അതെപ്പോഴും ചെറിയ തുകയുമല്ല. 100 രൂപയൊക്കെ ചോദിക്കും ഭഗവാൻ, പിന്നെ 10,000 അങ്ങനെയൊക്കെ ചോദിക്കാനും ബാബയ്ക്ക് മടിയില്ല. ദക്ഷിണ കൊടുത്താലും ചിലരോട് കൂടുതൽ ആവശ്യപ്പെടും. പണം തീർന്നെന്ന് പറഞ്ഞാൽ കടം വാങ്ങി വരാൻ കൽപ്പിക്കും. ദക്ഷിണ അങ്ങനെ ചില ഭക്തന്മാരോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കയ്യിൽ കാശുണ്ടാവില്ല. അപ്പൊ പറയുന്നു പോയി കടം മേടിച്ചിട്ട് വാടാന്ന് പറയും. അതിനും കൂടി ഗതി മുട്ടുമ്പോഴേ ബാബ ദക്ഷിണ ചോദിക്കുന്നത് നിർത്തും. കടം ചോദിക്കാനും ആരുമില്ല, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാലാണ് പിന്നെ ബാബ അയാളോട് പൈസ ചോദിക്കൽ നിർത്തുക, ദക്ഷിണ ചോദിക്കൽ നിർത്തുക. ഒടുവിൽ ബാബ ഭക്തനോട് പറയും, നീ വിഷമിക്കണ്ട, നീ തന്നതിന്റെ എത്രയോ മടങ്ങ് പണം നിനക്ക് നൽകപ്പെടും. ആകുലതകൾ കളയൂ, ശാന്തമായിരിക്കൂ. ഭൗതിക ലോകത്തിൽ ഒരുവൻ ഏറ്റവും കൂടുതൽ ഒട്ടിനിൽക്കുന്നത് ധനത്തിനോടാണ്. ആ ധനം മടി കൂടാതെ കൊടുക്കാനായാൽ അവന്റെ ഹൃദയവും ഈശ്വര തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചതിന് തുല്യമാകും. ഭഗവാന് വേണ്ടത് നന്മയാണ്, നമ്മുടെ കയ്യിലുള്ളതല്ല. അങ്ങനെ നമ്മെ അവിടുത്തെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് അപാര കൃപാനിധിയായ സായീശ്വരൻ ദക്ഷിണ ചോദിച്ചു വാങ്ങുന്നത്. ഈ ദാനം കൊടുക്കുക എന്നുള്ളൊരു മനോഭാവം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ദക്ഷിണ ചോദിച്ചു വാങ്ങണേന്ന് പറയാണ്. നമ്മൾ ഈ എപ്പോഴും പൈസ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കുകയാണ്. പക്ഷെ അത് നമുക്ക് എന്താ പറയുക, അതൊന്നും നമുക്ക് ശാശ്വതമായതല്ല എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആ ഒരു ഭാവം മനസ്സിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, ഈ ദാനശീലം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ദക്ഷിണ ചോദിക്കുന്നതെന്ന് പറയാണ്. ധനം സമ്പാദിക്കുന്നത് തെറ്റില്ല, പക്ഷേ അത് സമ്പാദിക്കുന്നത് ധാർമ്മിക കാര്യങ്ങൾ ചെയ്യുന്നതിനായിരിക്കണം. എന്നാൽ ധനം അധികവും വിഷയസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കപ്പെടുന്നത്. നമ്മൾ ഈ പൈസയൊക്കെ നമ്മളുടെ വീടുണ്ടാക്കാനും കല്യാണം കഴിക്കാനും അല്ലെങ്കിൽ മറ്റ് ഭക്ഷണാദി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അത് അപകടം. നല്ല രീതിയിൽ ചെലവഴിക്കപ്പെടുന്ന ധനം ധർമ്മപാത തെളിയിച്ച് ശാന്തിയിലെത്തിക്കും, ആനന്ദത്തെ നയിക്കും, ആനന്ദത്തിലേക്കും നമ്മളെ നയിക്കുന്നു പറയാം. ദാനം അപകടങ്ങളെ അകറ്റും, ഈശ്വരനെ നേടിത്തരും. ഒരിക്കൽ ദേവനും ദാനവനും മാനവനും ബ്രഹ്മദേവനെ സമീപിച്ചു. ഈ ദാനവൻ എന്ന് പറയുന്നത് അസുരനെയാണ്. ഉപദേശം ആവശ്യപ്പെട്ടു. ബ്രഹ്മദേവൻ അരുളിയത് ദ എന്ന് മാത്രമാണ്. ദ എന്നാൽ ദമം, അതായത് ആത്മനിയന്ത്രണം നേടുക എന്നാണ് അർത്ഥമെന്ന് ദേവന്മാർ മനസ്സിലാക്കി. അസുരന്മാർ ദായ്ക്ക് മനസ്സിലാക്കിയ അർത്ഥം ദയ ഉണ്ടായിരിക്കുക എന്നാണ്. പക്ഷെ മാനവൻ ദ എന്നതിന് ദാനം എന്നും അർത്ഥം ഗ്രഹിച്ചു. 3 പേരും ഗ്രഹിച്ചത് 3 വിധത്തിലാണ്. അതായത് മനുഷ്യരായ നമുക്ക് വിധിച്ചിട്ടുള്ളത് ദാനം എന്ന പവിത്ര കർമ്മം തന്നെ. തൈത്രീയോപനിഷത്തും ദാനത്തെ പ്രകീർത്തിക്കുന്നു, നമ്മെ അതിനായി ഉപദേശിക്കുന്നു. മനസ്സറിഞ്ഞ് ദാനം ചെയ്യണം, പിശുക്കി ദാനം ചെയ്യരുത്. നമ്മളൊരാൾക്ക് 100 രൂപ എടുത്തു എന്ന് വയ്ക്കുക, അയാൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ 100 രൂപ എടുക്കണേ. പിന്നെ ആലോചിക്കുകയാണ് 100 രൂപ വേണ്ട, 50 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് 50 രൂപ പോക്കറ്റിലിട്ട് 50 രൂപ ആ പിശുക്കി ദാനം ചെയ്യരുത്. നമ്മൾ 100 രൂപ എടുത്ത് കൊടുക്കുക. ഉദാരമായി ദാനം ചെയ്യണം. വിനയപൂർവം ഒരു കർമ്മം ചെയ്യാൻ അവസരം തന്നുവല്ലോ എന്ന ഭാവത്തോടെ ദാനം ചെയ്യണം. നമ്മൾ 1 രൂപ കൊടുക്കാനായിട്ട് ഒരാൾ മുമ്പിൽ വരുമ്പോൾ അത് കൊടുക്കാനായിട്ട് ഒരാളെ കിട്ടിയല്ലോ എന്ന് മനസ്സിൽ അങ്ങനെ അറിഞ്ഞ് സന്തോഷത്തോടെ വേണം അത് കൊടുക്കാൻ എന്ന് പറയാണ്. ഈ ദാനശീലം ഇന്ദ്രിയങ്ങളെ അടക്കാൻ സഹായിക്കും. കാമക്രോധാദികളെ ജയിക്കാൻ എളുപ്പമായ ഒരു മാർഗമാണ് ദാനം. ദാനത്തിനോടുള്ള ആസക്തി കുറയ്ക്കാനും ധനത്തിനോടുള്ള ആസക്തി കുറയ്ക്കാനും അങ്ങനെ നമ്മെ പരമശ്രേയസ്സിന് അവകാശികളാക്കാനുമായിരുന്നു ബാബ ദക്ഷിണ വാങ്ങിയിരുന്നത്. ത്യാഗത്തിലൂടെ അമൃതത്വം നേടിത്തരികയായിരുന്നു ബാബയുടെ ലക്ഷ്യം. ഇതല്ലാതെ ഭഗവാൻ എന്തിനാണ് ധനം? ഒന്നും തനിക്കായി വേണ്ടാത്ത സമസ്തവും സ്വന്തം തൃപ്പാദത്തിൽ കീഴിലുള്ള സായീശ്വരൻ. ഭഗവാൻ ഒന്നും വേണ്ട, എല്ലാം ഭഗവാന്റെ തൃപ്പാദത്തിലുണ്ട്.
പിന്നെ എന്തിനാണ് നമ്മളിൽ നിന്നും തുച്ഛമായ ഈ ഭൗതിക വസ്തുക്കൾ വാങ്ങണം എന്ന് ആലോചിച്ച് നോക്കൂന്ന് പറയാണ്. ബാബ ദക്ഷിണ വാങ്ങിയാൽ അത് ഫലം 100 ഇരട്ടിയായി ഭക്തന്മാർ അനുഭവിച്ചിട്ടുണ്ട്. ഭഗവാൻ ഒരു 100 രൂപ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 10,000 തിരിച്ചു വരുന്ന അർത്ഥം. ഇന്നും അനുഭവിക്കുന്നുമുണ്ട്. പ്രശസ്ത നടൻ ഗണപത്റാവു ബോഡോസിന്റെ വാക്കുകൾ കേൾക്കും. സായിനാഥൻ കൂടെ കൂടെ എന്നോട് ദക്ഷിണ ആവശ്യപ്പെടും. ചില സമയം പണസഞ്ചി തന്നെ തിരുമുമ്പിൽ കൊട്ടേണ്ടി വരും. പക്ഷേ അതിന്റെ ഫലമായി എൻ്റെ പണസഞ്ചി ഒരിക്കലും ഒഴിഞ്ഞിട്ടില്ല. പണം താനേ വന്നുകൊണ്ടേയിരുന്നു. ഒരിക്കലും ക്ഷാമം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഞാനിതാ സായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമിക്കുന്നു. ആരുടെ ജീവിതമാണോ ഞാൻ വർണ്ണിക്കുന്നത്, ആ മഹാശക്തിയുടെ പാദധൂളികൾ എൻ്റെ ശരീരത്തിൽ പുരളട്ടെ. ഇരവു പകൽ സായി കഥകൾ കേൾക്കുക. മായയുടെ സർവബന്ധങ്ങളും അതോടെ അറ്റുപോകും. ആനന്ദം അനുഭവപ്പെടും. ഈ ഹേമന്ത് പാന്ത് പറയണത് എഴുതുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച്. സായി തൃപ്പാദങ്ങളിൽ മുറുകെ പിടിച്ച് ഞാൻ ശരണാഗതി അടയുകയാണ്. സായീശ്വര, അവിടുത്തെ തൃപ്പാദത്തിൽ നിന്നും ഒരു നിമിഷം പോലും ഈ പിടി അഴിയാതിരിക്കാൻ അനുഗ്രഹിക്കണേ. അതിനായി അടിയൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇതാണ് ദക്ഷിണയെക്കുറിച്ച് ഈ 14-ാം അധ്യായത്തിൽ ഹേമന്ത് പാന്ത് പറയുന്നത്. ഇനി 15-ാം അധ്യായമാണ് പഞ്ചസാരയുടെ മധുരം. അപ്പം ജയ് സായിരാം, നമഃ ശിവായ.